ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്ത് താഴത്തങ്ങടി വള്ളംകളിയാണ്. അത് മാത്രമല്ല, ഇന്ന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ആ പ്രത്യേകത എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാവേ. ഇതാ കണ്ടില്ലേ, ഇന്ന് ഞാൻ വള്ളംകളി കാണാൻ പോകുന്നത് എൻ്റെ ചങ്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരുമിച്ച് പങ്കെടുക്കാൻ പോകുന്നത്. ഗൈസ്, അതിന് സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ അടിച്ച് പൊളിക്കാൻ കിട്ടുന്നൊരു അവസരം, അത് മാക്സിമം ഞങ്ങളങ്ങ് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ കൈ കിട്ടി കുറച്ച് ചങ്കുകളുമായിട്ടാണ് നമ്മളിന്ന് വള്ളംകളി കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇന്ന് എല്ലാവർക്കും തിരക്കൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ട് നമ്മൾ വള്ളംകളി കാണാൻ പോവുകയാണ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളിങ്ങനെ നടക്കാനും തീരുമാനിച്ചു. പിന്നെ ഈ നടന്നുള്ളൊരു ശീലം നമുക്കില്ലാത്തതാണ്. ഗൈസ് കണ്ടില്ലേ, ഇതുപോലെ കട്ടൊക്കെ ചെയ്യുന്ന സന്തോഷം തരുന്ന ചങ്കുകളൊക്കെ കൂടെ ഉണ്ടെങ്കിലേ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, ലൈഫ് സെറ്റല്ലേ. കണ്ടു കഴിഞ്ഞാൽ ഭീകരന്മാരൊക്കെ പോലെ തോന്നുന്നില്ല. ഞങ്ങളുടെ കയ്യിലുണ്ട് കുറച്ച് ഗുണ്ടായിസൊക്കെ കേട്ടോ. അങ്ങനെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുങ്ങിക്കിട്ട് വന്നേക്കുമാരല്ല. ഗൈസ്, അപ്പോൾ ഞങ്ങൾ താഴത്തങ്ങടി എത്തിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ചൂടിൻ്റെ കാര്യം പറയണ്ട. ഈ ചൂടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇച്ചിരി സമാധാനമുണ്ട്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് താഴത്തങ്ങടി പാലം. ഈ പാലത്തിൽ നിറച്ച ആളുകളാണ്. അതുപോലെ തന്നെ താഴെയും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ വള്ളംകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം കുമരംകാർക്ക് ഒരു ഉത്സവം തന്നെയാണ്. കണ്ടില്ലേ, പാലത്തിലൊക്കെ നിറഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. താഴത്തെ കുടയൊക്കെ ചൂടി നിൽപ്പുണ്ട്. എപ്പോഴും മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞങ്ങൾ നേരെ പോയത് ഫിനിഷിങ്ങിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ആ ഗ്യാപ്പിൽ കൂടെ 2 വള്ളങ്ങൾ ഇങ്ങനെ വരുന്നത്. 2 ചുരുളൻ വള്ളങ്ങളാണ്. കണ്ടില്ലേ, ശരിക്കും നല്ലൊരു വാശിയേറിയ മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം കിടന്ന വള്ളം കുറച്ച് പുറകിലായിരുന്നു. ഇപ്പം കയറി പോകുന്നുണ്ട്. ഇനി എന്താവോ എന്തോ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഫിനിഷിങ്ങിലോട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല. ഫിനിഷിങ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. താഴത്തങ്ങടി പാടത്തിനടിയിലൂടെ വള്ളം പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ അടിച്ച് വന്ന വള്ളങ്ങളുടെ കൂടെ മത്സരിച്ചൊരു വള്ളമാണ് ഇതാ പുറകെ വരുന്നത്. ഞങ്ങളുടെ വാശി ഒട്ടും പോയിട്ടില്ല. ഞങ്ങൾ ഫിനിഷിങ് ടച്ച് ചെയ്തിട്ടേ അടങ്ങൂ എന്ന വാശിയിൽ തുഴയുകയാണ് അവർ. ഗൈസ്, അപ്പം ഞങ്ങൾ താഴത്തങ്ങടി പാടത്തിന് മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ ചൂടുമുണ്ട്, മഴയുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടില്ലേ, ഭയങ്കര തിരക്കിൻ്റെ നടുവിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ 2 വള്ളങ്ങൾ ഇത് മത്സരിച്ച് വരുന്ന കാണുന്നില്ലേ. നല്ലൊരു വാശിയേറിയ മത്സരമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പോൾ താഴത്തങ്ങടി പാലത്തിൻ്റെ അടിയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അപ്പുറ സൈഡിൽ പോയി നേരം ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നല്ലൊരു മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അവർ നല്ല സപ്പോർട്ടൊക്കെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫിനിഷിങ്ങിൻ്റെ ഏതാണ്ട് ഒരു പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്യാവശ്യത്തിന് ഫിനിഷിംഗ് ടച്ച് കാണാവുന്ന പരുവത്തിൽ ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇരു കരകളിലും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട് ആൾക്കാരുടെ. ചുണ്ടൻ വെള്ളം കൊണ്ട് ഫൈനൽ കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ഇന്നത്തെ താഴത്തങ്ങടിയിലെ വിജയി ആരായിരിക്കും എന്നറിയാനുള്ള ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന മത്സരങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാഞ്ഞത്. അങ്ങനെ മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വള്ളം വിട്ടിരിക്കുകയാണ്. താഴത്തങ്ങടി പാടത്തിനടിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ 3 വള്ളങ്ങളെക്കുറിച്ചും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ നെഹ്റു ട്രോഫി അടിച്ച വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ വീയപുരം ചുണ്ടനും അതുപോലെ തന്നെ PBC പള്ളാത്തുരുത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ കയ്യിലായിരുന്നു ഈ നെഹ്റു ട്രോഫി എന്ന കപ്പും അതുപോലെ തന്നെ CBL കപ്പും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. അതിത്തവണ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ PBC പുന്നമടയുടെ നടുഭാഗം ചുണ്ടനുമുണ്ട് കൂടെ. ഈ 3 വള്ളങ്ങൾക്കും അതിൻ്റേതായ ഒരു പേരെടുത്ത വള്ളങ്ങളാണ്. അങ്ങനെ താഴത്തങ്ങടി പാലം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഈ ഫിനിഷിങ്ങിലേക്ക് എത്തുന്ന ടൈമിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാവേ. അങ്ങനെ താഴത്തങ്ങാടിയിലെ കപ്പും നമ്മുടെ VBC കൈനകരി വീയപുരം ചുണ്ടൻ അടിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു സന്തോഷ പ്രകടനമൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കുമരകനാണെങ്കിൽ പോലും കുമരകത്ത് നമ്മുടെ ക്ലബ്ബായ KTBCയുടെ ചുണ്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നത് മോശം പരിയായിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ PBC പള്ളാത്തെടുത്തൊരു ഫാനായി മാറിയിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇത്തവണത്തെ നെഹ്റു ട്രോഫിയോട് കൂടി അതങ്ങ് മാറി. ശരിക്കും അതൊരു മാറ്റം അനിവാര്യമായിരുന്നു. കാരണം എല്ലാ വർഷം അവർ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ വള്ളംകളി കാണുന്നവർക്കൊരു വാശി ഉണ്ടാകത്തില്ല. ഒരു പുതിയ ക്ലബ്ബ് വന്ന് അവരെ അടിച്ച് കളയുമ്പോഴാണ് അതിനൊരു വാശി ഉണ്ടാകുന്നത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ BBC കൈനകരുടെ വീയപുരത്തിൻ്റെ ഒന്നാം മരം രാജീവ് ഇപ്പം ട്രോഫിയായിട്ട് പോയത്. അങ്ങനെ ഒരു CBL മത്സര വേദി കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു മത്സരത്തിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. വീയപുരം ചുണ്ടിലെ ചങ്ക് പൊട്ടി തുഴയുന്ന ചങ്കുകളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അവരുടെ ഒരു വാശിയും സന്തോഷവും എല്ലാം അവരുടെ മുഖത്ത് കാണാനുണ്ട്. നല്ലൊരു മത്സരം തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. നമ്മുടെ PVC പള്ളാത്തിരുത്തിയുടെ കൂമ്പിലിരുന്ന് വലിക്കുന്ന വരുൺ ശർമ്മയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ആ കൂമ്പിലിരിക്കുന്ന ചങ്കുപ്രവയുടെ വലി. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഈ ചങ്കുകളുടെ പേരുകളൊന്നും അറിയത്തില്ല, എങ്കിലും എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ. ഇത്തവണത്തെ CBL മത്സരങ്ങൾ മുഴുവൻ തൂത്തുവരും എന്ന വാശിയോടുകൂടി തന്നെ BBC കൈനകരുടെ വീയപുരം ചുണ്ടൻ താഴത്തങ്ങാടി കപ്പുമായിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നോർത്തിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു വരവുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. എതിരാളികൾ ശക്തരാകുമ്പോൾ ജയമെന്ന വാശിയും കൂടണം. ചങ്ക് പൊട്ടി തുഴയുന്ന ചങ്കുകളും പറക്കുന്നൊരു വള്ളം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് നോക്കാനാ, അവർ പറപ്പിക്കുമല്ലേ വീരുവിനെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എൻ്റെ കൂടെ വന്ന കുറച്ച് ചങ്കുകളൊക്കെ ഉണ്ട്, അവന്മാരൊക്കെ ഇനി തപ്പെടുക്കണം എവിടെയാണാവും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം പ്രതീക്ഷിക്കുന്നു. ബൈ. ഇപ്പോൾ ഈ കാണുന്ന ഷോട്ട് ഞാൻ വീഡിയോയിൽ ഫസ്റ്റിൽ ഇട്ടയ്ക്കുന്ന ഷോട്ടാണ്. ഇതിലൊരു ട്വിസ്റ്റുണ്ട്. ഞാൻ എൻ്റെ ചങ്കുകൾക്കൊരു ഇൻട്രോ കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു മാരകമായ എൻട്രി നടത്തിയിരിക്കുകയാണ് എൻ്റെ ഒരു പഴയ ചങ്ക്. ഈ മാരകമായ എൻട്രിയൊക്കെ നടത്തിയിട്ട് ഇവൻ വന്ന് എന്താ എന്നോട് ചോദിച്ചെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാണ്.